നമസ്കാരം, ന്യൂസ് ബസ്സിലേക്ക് സ്വാഗതം. കൂട്ടിലാണ് പോറ്റി. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, തൊണ്ടി മുതലടക്കം വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ഇനിയും ആരൊക്കെ കുടുങ്ങും? ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയം വിവരങ്ങളുമായി ചേരുകയാണ്. ഹരിമോഹൻ, റോഷിപാൽ, ടി വി പ്രസാദ്, റഹീസ് റഷീദ് എന്നിവർ വിശദമായ വിവരങ്ങൾ നൽകും. വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസം SIT കസ്റ്റഡിയിൽ വിട്ടു. ഗുരുതരമായ കുറ്റങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ശബരിമലയിൽ നിന്ന് പോറ്റി 2 കിലോ സ്വർണം കടത്തി. ഇതിന് ദേവസ്വം ഉദ്യോഗസ്ഥർ സഹായിച്ചു. മുരാരി ബാബുവിനെതിരെയും റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശമുണ്ട്. പോറ്റിയെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരും. അതേസമയം തന്നെ കുടുക്കിയവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. കോടതിയിൽ നിന്ന് പുറത്തിറക്കിയ പോറ്റിക്ക് നേരെ BJP പ്രവർത്തകൻ ചെരുപ്പെറിഞ്ഞു. ദൃശ്യം കാണാം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ആരാണ് കുടുക്കിയത്? റാന്നി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ പോറ്റിയുടെ ആദ്യ പ്രതികരണം നമ്മൾ കേട്ടു. ഒപ്പം ചെരുപ്പെറിഞ്ഞ ആ ദൃശ്യവും കണ്ടു. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോറ്റിയുമായി സംഘം ഉടനെത്തും. ബാക്കിയെല്ലാം വിശദവിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. റഹീസ് റഷീദ്, റോഷിപാല്, ടി വി പ്രസാദ്, ഹരിമോഹൻ. ആദ്യം ഹരിമോഹനിലേക്ക് പോവുകയാണ്. ഹരിമോഹൻ, അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി തന്നെ ഇനിയുള്ള തുടർ നടപടികളുടെ സമയമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മൊഴികൾ അത്രത്തോളം നിർണായകമാണ്. എന്നെ കുടുക്കിയവരെ പുറത്തു പറയും, നിയമപരമായി തന്നെ നേരിടുമെന്നൊക്കെ പോറ്റി പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. SITയുടെ അടുത്ത നീക്കം എന്താണ് ഹരിമോഹൻ? റോഷ്നി, ഇപ്പോൾ പ്രതിയുമായി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘത്തിന്റെ വാഹനം വെഞ്ഞാറമൂട് പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് അന്വേഷണ സംഘം എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. ഇത് 14 ദിവസമാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘത്തിന് ഈ 14 ദിവസം വളരെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ആദ്യം ചോദ്യം ചെയ്യൽ വിശദമായി തന്നെ ഉണ്ടാവണം. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട്. തൊണ്ടി മുതൽ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇന്നിപ്പോൾ 7 ദിവസമാണ് കോടതി അനുവദിച്ച സമയം, അതായത് 6 ആഴ്ചയാണ് ആകെ അന്വേഷണത്തിനുള്ള സമയം. ഇന്നിപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനി 4 ദിവസം കൂടി കഴിഞ്ഞാൽ കോടതിയിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് 14 ദിവസം ഇടവിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ ആ റിപ്പോർട്ടിനുള്ളിൽ സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ തെളിവുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം പരമാവധി ഈ ദിവസങ്ങളിൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പിലേക്കുള്ള തുടക്കമിടുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ആ തെളിവെടുപ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടത്തേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ തെളിവെടുപ്പ് നടക്കണം. അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തണം. ബംഗളൂരുവിൽ ഈ പാളികൾ കൊണ്ടുപോയ ഇടങ്ങളിലെല്ലാം എത്തിച്ചേർന്നുകൊണ്ടുള്ള പരിശോധന അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതായത് അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീട് അടക്കമുള്ള കാര്യങ്ങൾ ബംഗളൂരുവിലാണ്. ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട്, ജയറാമിന്റെ വീടുണ്ട്. ഹൈദരാബാദിൽ ഈ സ്വർണം വേർതിരിച്ചെടുത്ത സ്ഥാപനമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടക്കുന്ന കേന്ദ്രം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ 3 സ്ഥലങ്ങളാണ് കേരളത്തിന് പുറത്ത് പ്രധാനമായിട്ടും പോലീസ് കാണുന്നത്. അതിനുശേഷം കേരളത്തിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട് തന്നെയാണ്. അതായത് സ്വർണ്ണ പീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അന്വേഷിക്കുന്നില്ല എങ്കിൽ പോലും ആ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തേണ്ടതും തെളിവെടുപ്പ് എടുക്കേണ്ടതുമാണ്. അതുകൂടാതെ വാഴക്കുളത്തെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഈ ദ്വാരപാലക പാളികൾ, അതായത് സ്വർണം പൂശിയ പാളികൾ കൊണ്ടുവന്ന് പൂജ നടത്തി എന്നുള്ള വിവരം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം എളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പാളികൾ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള പൂജ, ആരതിയൊഴിയൽ ചടങ്ങ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ കൂടി തെളിവെടുപ്പ് വിശദമായി തന്നെ നടത്തേണ്ടതുണ്ട്. ഇതിനോടൊപ്പമാണ് ചോദ്യം
ചോദ്യം ചെയ്യലിൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത്. ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് ഇനി പ്രധാനമായിട്ടും കാണേണ്ടത്. കാരണം സ്വർണം കൽപേഷിന്റെ കയ്യിൽ കൊടുത്തു, ഇത് പിന്നീട് ഉദ്യോഗസ്ഥരടക്കം വീതിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ സ്വർണം ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം. കാരണം 6 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ 6 വർഷത്തിനുള്ളിൽ ആ സ്വർണത്തിന് പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അത് വേറെ ഏതെങ്കിലും രൂപത്തിലാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് വിറ്റിട്ടുണ്ടാവാം. അങ്ങനെ പല സാധ്യതകളാണ് അന്വേഷണ സംഘം കാണുന്നത്. അതിന് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണ ചോദ്യം ചെയ്യലിൽ കൂടി പുറത്തെത്തിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. കാരണം തൊണ്ടി മുതൽ വീണ്ടെടുക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും. കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തൊണ്ടി മുതൽ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. അതിനാണ് ഈ 14 ദിവസത്തെ കസ്റ്റഡി ഉപയോഗിക്കുക. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ സംഘം ഇപ്പോൾ ആലോചിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക പാളികളിലെ സ്വർണം കവർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയുള്ളൂ എന്നുള്ളത് നമുക്ക് കസ്റ്റഡി അപേക്ഷയിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. ഇനി ഒരു കേസ് കൂടിയുണ്ട്, അതായത് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കേസ്. അതിലെ അറസ്റ്റ് രേഖപ്പെടുത്താൻ എന്തുകൊണ്ട് അന്വേഷണ സംഘം ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ തയ്യാറായില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു സംശയം നമുക്കുള്ളത്, ഈ 14 ദിവസത്തെ കസ്റ്റഡിയുടെ സമയത്ത് വേറെന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ 14 ദിവസത്തെ കസ്റ്റഡിക്കുള്ളിൽ വെച്ചുകൊണ്ട് ആ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ കൂടി ഒരിക്കൽ കൂടി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി നീട്ടിക്കൊണ്ടുപോകാൻ അന്വേഷണ സംഘത്തിന് കഴിയും. അത് ഈ 14 ദിവസത്തിന് അപ്പുറത്തേക്ക് മറ്റേ കേസിലും കസ്റ്റഡി ലഭിക്കും. ഒരുപക്ഷെ 2 ആഴ്ച കൂടി അതിൽ കസ്റ്റഡി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പരമാവധി വിവരങ്ങൾ പറയിപ്പിക്കാൻ കഴിയും, പരമാവധി വ്യക്തത വരുത്താൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രധാന നിഗമനം. എന്തായാലും അന്വേഷണ സംഘം ഇതിൽ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന് ബാക്കി നടപടികളിലേക്ക് കടക്കും.